ോട്ടുള്ള പുരോഗതി അത് ഉയർത്തിപ്പിടിക്കുന്നതായ തരത്തിലുള്ളതായിരിക്കണം. പണ്ട് നമ്മൾ സോഷ്യലിസ്റ്റ് റിയലിസം എന്നൊക്കെ പറയാമായിരുന്നു. അതൊന്നും ഇപ്പോൾ ആ പേരൊന്നും ഞാൻ കൊടുക്കുന്നില്ലെങ്കിലും ഈ മാധ്യമ പ്രവർത്തകർക്ക് ഒരു സാമൂഹിക ഉത്തരവാദിത്വവും ലക്ഷ്യവും ഉണ്ടായിരിക്കണം. അത് കൈവിട്ടു പോകരുത് ഈ ആധുനികതയുടെ വെള്ളപ്പാച്ചിൽ എന്ന് ഉള്ളതാണ് എനിക്ക് ചെറുപ്പക്കാരായിട്ടുള്ള നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ചും പറയാനുള്ളത്. ടെക്നോളജി ഇനിയും നമ്മളിപ്പോൾ ഇവിടുന്ന് സംസാരിക്കുന്നത് ലോകം മുഴുവൻ എത്തിക്കാനുള്ള ടെക്നോളജി ഇന്നുണ്ട്. പക്ഷേ അതിൽ ഒരു ബേസിക് ഐഡിയോളജിക്കൽ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് വിട്ടുപോകരുത് എന്നുള്ളതായ ഒരു നിർബന്ധം എനിക്കുണ്ട്. ഇപ്പോൾ ഈ 1985 താങ്കൾ ബിൽസിൽ പ്രസിദ്ധീകരിച്ച നേരത്തെ നമ്മൾ സംസാരിച്ച എ പ്ലോട്ട് ടു കിൽ PM ഇൻ പാരീസ് എന്ന് പറഞ്ഞാൽ അത് അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ ഒരു എടുത്തു കാട്ടാവുന്ന ഏറ്റവും ഒരു മികച്ച മാതൃകയാണ്, ഉദാഹരണമാണ്. ആ ഒരു ശാഖ, പത്രപ്രവർത്തന രംഗത്ത് ആ ഒരു ശാഖ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ശാഖ ഇപ്പോൾ എങ്ങോട്ടാണ്? അത് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലാണോ? എന്താണ് അത് വളരെയധികം മെച്ചപ്പെടുത്താനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഇന്നുണ്ട്. പക്ഷേ അതിലൊരു ഒരു പ്രതിബദ്ധതയും ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. എനിക്കന്നൊരു പ്രതിബദ്ധതയും കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. അത് ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഖാലിസ്ഥാൻ എന്നുള്ള ആ വിഷവൃക്ഷത്തെ എൻ്റെ വേരെറുക്കണം. 2, ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം ഇന്ത്യയിൽ പ്രത്യേകിച്ചും വേൾഡ് ചേരിചേരാ പ്രസ്ഥാനത്തിലൊക്കെ ഒരു പുതിയ സന്ദേശം കൊടുത്തിട്ടുള്ള രാജീവ് ഗാന്ധി, അദ്ദേഹത്തിന് ദീർഘകാലം പ്രധാനമന്ത്രിയായി തുടർന്നാൽ അത് ഇന്ത്യയുടെ ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്നുള്ളൊരു ബോധമുണ്ട് അതിൽ. അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതായ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിലാണ് ഞാൻ ഈ സ്കൂപ്പുകളെ മുഴുവനും, CIA-ക്കെതിരായിട്ടുള്ള സ്കൂപ്പുകൾ, അതെല്ലാം തന്നെ അമേരിക്കൻ ഇമ്പീരിയലിസത്തിന് എത്രത്തോളം ലോകപക്ഷത്ത് അധിക്ഷേപിക്കാൻ കഴിയുമോ അത്രത്തോളം അതിലെന്ത് ത്യാഗം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടുള്ള എഴുത്തുകളാണ്. അങ്ങനെ കമ്മിറ്റ്മെൻറ്റ് വേണം പുതിയ തലമുറയിലുള്ള എഴുത്തുകാർക്ക്. ഈ കമ്മിറ്റ്മെൻറ്റ് വേണം എന്നുള്ളതാണ് അപ്പോൾ പുതിയ തലമുറയൊക്കെ പറയാനുള്ളത്. ടെക്നോളജിയും കമ്മിറ്റ്മെൻറ്റും നിങ്ങൾ കൂട്ടിയിണക്കണം, ഒരുമിച്ച് പോകണം. അതെ. അന്വേഷണാത്മക പത്രപ്രവർത്തന ശാഖ സമ്പന്നമാണ്. ഇപ്പോൾ എല്ലാ ദിവസവും എത്ര എക്സ്പോഷേഴ്സാണ് വരുന്നത് അല്ലേ, ആരും അറിയാത്ത കാര്യങ്ങൾ. ഇനിയിപ്പോൾ എനിക്ക് തീർച്ചയാണ് ഈ സരിതയുടെ 23 പേജ് ഏതെങ്കിലും ഒരു അടുത്ത് തന്നെ വരും അത് പുറത്ത്. ഈ ഒരു ശാഖ താങ്കൾ അതെ എൻ്റെ പത്രപ്രവർത്തനത്തിൽ അന്ന് പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, പാരീസിലേക്ക് ലണ്ടനിൽ നിന്ന് പാരീസിൽ വന്നിട്ട് ആണ് എനിക്ക് അയാൾ ഫോൺ ചെയ്യുന്നത്. ഈ സുർജിത്തിൻ്റെ കോണ്ടാക്റ്റ് ഖാലിസ്ഥാൻ ഇതിൻ്റെ വിവരങ്ങളൊക്കെ അയാൾ ഇതൊക്കെ തന്നെ വളരെ ബോധപൂർവം ശേഖരിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് അതൊരു സ്പൈ വർക്ക് തന്നെയാണ്. അത്തരത്തിലുള്ള ജേർണലിസം പഠിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അതിൽ കമ്മിറ്റ്മെൻറ്റ് നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഈ പത്രങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ വാണിജ്യവൽക്കരണം. അത് പണ്ട് വെറും ആദർശം മാത്രമായിരുന്നു, മുതൽക്കൂട്ട്. ഇന്ന് പരസ്യങ്ങൾ. എന്നോട് ദേശാഭിമാനിയുടെ അന്നത്തെ ഒരു മാനേജർ പറയുന്നു, ഡൗൺ വിത്ത് കമ്മ്യൂണിസം നശിക്കട്ടെ എന്നൊരു ഫ്രണ്ട് പേജിൽ, അന്ന് 4 ലക്ഷം മറ്റാണ് ഫ്രണ്ട് പേജിൻ്റെ, എന്നാണ് നമ്മൾ പരസ്യപ്പെടുത്തുന്നത്. ആ തരത്തിൽ ഈ വാണിജ്യവൽക്കരണം ആദർശത്തെ തമസ്കരിക്കരുത്, നശിപ്പിച്ച് കളയരുത്. പക്ഷേ ഇന്നും കമ്മ്യൂണിസ്റ്റ് പത്രങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പരസ്യങ്ങൾ വരുന്നില്ലേ, അത് നിലനിൽപ്പിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. പണം വേണം. പക്ഷേ അത് എത്രത്തോളം ആദർശത്തെ ഡൈല്യൂട്ട് ചെയ്ത് പോകുമെന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ കണ്ടുള്ള ആധുനികവൽക്കരണം പരസ്യങ്ങളുടെ കാര്യത്തിലും ഒരു ലക്ഷണരേഖ വേണം.
ഏതായാലും അനുഭവങ്ങളുടെ ഒരു വലിയൊരു സമ്പന്നമായ ചരിത്രമാണ് ശ്രീ കുഞ്ഞനന്തൻ നായർക്കുള്ളത്. പുതിയ തലമുറയിലെ പത്രപ്രവർത്തകർ, ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള പത്രപ്രവർത്തക വിദ്യാർത്ഥികൾ, അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാഠ്യവിഷയം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. താങ്കളുടെ ഈ അനുഭവങ്ങളും ഒക്കെ തന്നെ ഈ പുതിയ തലമുറയിലേക്കുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം. താങ്ക് യു.